ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയില് 2025 ഏപ്രിൽ 13 മുതൽ ഏപ്രിൽ 19 വരെയുള്ള വാരഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് വരുന്ന ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള ഫലമാണ് ഞാൻ പറയുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ വീഡിയോസ് ബന്ധുമിത്രാദികളിലേക്ക് കൂടി ഒന്ന് എൻ്റെ ചാനൽ ഡീറ്റെയിൽസ് റെഫറൻസ് ഒന്ന് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ചെറിയ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത അടുത്ത ഒരാഴ്ച കാണിക്കുന്നുണ്ട്. കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അടുത്ത ചൊവ്വാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമാവില്ല. അപ്പം കുടുംബ ദേവിയെ, പരദേവത ഒരു കടാക്ഷം അത്യാവശ്യമാണ്. പറ്റുമെങ്കിൽ ഭദ്രകാളി ദേവിക്ക് കടുംപായസം വഴിപാടായി സമർപ്പിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ദേവി കടാക്ഷം ഉണ്ടാകാൻ സഹായകരമാകുന്നതാണ്. അതുപോലെ ഗവൺമെന്റ് സർവീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്രൂവൽ ആകാനുള്ള ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് ഈ ചൊവ്വാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമാവില്ല. അതിനുശേഷം പൂർണ്ണമായിട്ട് ഒരു ദൈവാധീനം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബത്ത് ചെറിയ തോതിലുള്ള കലഹങ്ങൾ, അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ശത്രുക്കൾ പുതിയതായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. നിങ്ങളുടെ സംസാര രീതി ഒന്ന് മയപ്പെടുത്തുക. കുടുംബപരമായിട്ടുള്ള യോഗം അല്ലെങ്കിൽ ഒത്തുചേരലിനൊക്കെയുള്ള ഭാഗ്യം, അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ വീട്ടിലേക്ക് വരാനുള്ള ആ ഒരു ഭാഗ്യം, അങ്ങനെ വീട് സന്ദർശിക്കാനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ മാതാവിനും പിതാവിനും നിലവിൽ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള ആ ഒരു ദൈവാധീനം ഉണ്ടാകുന്നു. കുടുംബത്ത് പൊതുവെ ഒരു സമാധാനവും ശാന്തിയും ഉണ്ടാകും. പക്ഷെ ദമ്പതികൾക്കിടയിൽ ചെറിയ തോതിലുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ ഒന്ന് നിയന്ത്രിച്ച് മുൻപോട്ട് പോവുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ബിസിനസ് എക്സ്പാൻഷന് പറ്റിയ ആഴ്ചയല്ല വരാൻ പോകുന്നത്. പക്ഷെ മണി ഡീലിംഗ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതല്ലാതെ കസ്റ്റമർ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ പോകും. മണി ഡീലിങ്സ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പുതിയതായിട്ട് മണി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ ഒക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം, പറ്റുമെങ്കിൽ ഈ ഒരാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. വിദേശത്ത് പഠനത്തിന് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. പൂർണ്ണമായിട്ടും ദൈവാധീനം ഉണ്ടാകുന്നു. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടാകുന്നു അടുത്ത ഒരാഴ്ച. ഇതൊക്കെയാണ് മേടക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകേരം പകുതി, ഇവർക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യം, ദൈവാധീനം ഉള്ള സമയമാണ് വരാൻ പോകുന്നത്. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് കുടുംബപരമായിട്ട് ശാന്തി, സമാധാനം, ഐശ്വര്യം എന്നിവ നിലനിൽക്കും. കുടുംബത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ഫാമിലി, നല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദമ്പതികൾക്കിടയിലുള്ള കലഹങ്ങൾ, അതുപോലെ സൗന്ദര്യപ്പിണക്കങ്ങൾ, കാര്യങ്ങളെല്ലാം മാറി നിൽക്കുന്നു അടുത്ത ഒരാഴ്ച ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക്. ജോലി സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ്. പക്ഷെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. വിഘ്നേശ്വര പ്രീതി നേടി മുൻപോട്ട് പോകുക. അതുപോലെ കുടുംബ ദേവിയെ കൂടി ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഇടവക്കൂർ നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ. ബിസിനസ് എക്സ്പാൻഷന് നല്ല സമയമാണ്. മണി ഡീലിംഗ്, മണി ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ വളരെ നല്ല സമയമാണ് വരുന്നത്.
പഠന സംബന്ധമായി കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം വളരെ നല്ല സമയമാണ്. വിവാഹപരമായിട്ട് ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ സമയമാണ് വരുന്നത്. പ്രത്യേകിച്ച് പെണ്ണ് കാണാനൊക്കെ പോകുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ വരുന്ന ഒരാഴ്ച. ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ സമാധാനവും ശാന്തിയും ഐശ്വര്യമുള്ള ഒരു സമയമാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം അവർക്കുണ്ടാകുന്നു. അടുത്തതായി മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ വാരഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, ഉണർദം മുക്കാൽ ഭാഗം, ഇവർക്ക് ചെറിയ തോതിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അതായത് തൊണ്ടയ്ക്കുള്ള ചെറിയ അസ്വസ്ഥത, കാൽമുട്ടിനുള്ള അസ്വസ്ഥത, ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ, അതുപോലെ അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, അലസത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് അടുത്ത ഒരാഴ്ച പ്രകടമാകുന്നതാണ്. ജോലി സംബന്ധമായിട്ടുള്ള ആ ഒരു വിരക്തി, ജോലിയോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ജോലിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. നിങ്ങൾക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറവ് അതിനകത്ത് കാണിക്കുന്നു. അതുപോലെ ഹയർ അതോറിറ്റീസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലാഗിങ് ഉണ്ടാകാനുള്ള സാധ്യതകൾ, അങ്ങനെ ജോലിയിൽ ഒരു ടെൻഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഭാഗ്യം, ആ ഒരു ദൈവാധീനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. അതുപോലെ മാതാവിന് ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് പിതാവിൽ നിന്നുള്ള ധനം, പിതൃധനം കിട്ടാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. അതുപോലെ ഭാഗ്യപരമായിട്ട് നല്ല സ്ഥാനമാണ് കാണിക്കുന്നത് അടുത്ത ഒരാഴ്ച. ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരാഴ്ചയാണ്. വിദേശത്ത് പോയി പഠനം, അങ്ങനെയുള്ള ഹയർ സ്റ്റഡീസിനൊക്കെ പ്ലാനിങ് ഉള്ളവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ദൈവാധീനം പൂർണ്ണമായിട്ടുമുണ്ട്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ക്ലിയറൻസ്, തടസ്സങ്ങളൊക്കെ മാറാനുള്ള ദൈവാധീനം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് മിഥുനക്കൂർ നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകർക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. കാരണം നിങ്ങളുടെ സംസാര രീതി കൊണ്ട് പുതിയ ശത്രുക്കൾ, ചിലപ്പം അടുത്ത ബന്ധുക്കളാകാം, അല്ലെങ്കിൽ അടുത്ത മിത്രങ്ങളാകാം, അവർ ശത്രുക്കളാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ സംസാരം ഒന്ന് മയപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ആ ഒരു പ്രാധാന്യം കൂടി കൊടുത്തുകൊണ്ട്, ആ ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ബന്ധുമിത്രാദികൾ വീട്ടിലേക്ക് വരാനുള്ള ഭാഗ്യം, വീട് സന്ദർശിക്കുന്നു. കുടുംബപരമായിട്ടുള്ള ഒത്തുചേരലിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, ഒരുപാട് യാത്രകൾക്കുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ടെൻഷൻസ്, അതായത് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടാകാനുള്ള സാധ്യതകൾ. അപ്പം യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അങ്ങനെയുള്ള ടെൻഷൻസ് ഒക്കെ റിലീവ് ചെയ്യാൻ, മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള ഒരു സൗന്ദര്യപ്പിണക്കം, ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാത്ത പോലെ ഉള്ള അങ്ങനെയുള്ള സാഹചര്യം, വഴക്കിടാനുള്ള ടെൻഡൻസികളൊക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഉള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് തന്നെ പോവുക. മാതാവിനും പിതാവിനും വളരെ നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല സമയമാണ് കാണിക്കുന്നത്. ബിസിനസ് പരമായിട്ട് അടുത്ത ഒരു ബുധനാഴ്ച വരെ അത്ര ഒരു ഭാഗ്യപരമായിട്ടുള്ള സമയമല്ല. അപ്പം ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ബുധനാഴ്ച വരെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ബിസിനസ് പരമായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്താനൊക്കെ പ്ലാനിങ് ചെയ്യുന്നവർ ബുധനാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള തടസ്സം കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ പ്ലാനിങ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയം ആവില്ല. വിവാഹം ആലോചിക്കുന്നവർക്കും ഈ ഒരു കാലയളവ് അത്ര നല്ലതല്ല. ബുധനാഴ്ചയ്ക്ക് ശേഷം
നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ആ ഒരു ദൈവാധീനം, ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഇതൊക്കെയാണ് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ഇവർക്ക് വളരെ സമാധാനവും ശാന്തിയും അതുപോലെ പൂർണ്ണമായ ദൈവാധീനവും ഐശ്വര്യവുമുള്ള ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് റിട്ടേൺസ് ഒക്കെ കിട്ടാനുള്ള ആ ഒരു ഭാഗ്യം, ദൈവാധീനം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയം, അതുപോലെ പുതിയതായിട്ട് ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക്. വിവാഹം ആലോചിക്കുന്നവർക്കും നല്ല സമയമാണ്. അതുപോലെ സഹോദരി സഹോദരന്മാരുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. അത് ഒന്ന് ശ്രദ്ധിക്കുക. മാതാവിനും പിതാവിനും നേരത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വളരെ സമാധാനമായിട്ടുള്ള ഒരാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ സഹോദരങ്ങളുടെ ആരോഗ്യം മാത്രം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മാത്രം കാണിക്കുന്നുണ്ട്. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് ഓക്കെയാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലെങ്കിൽ പോലും ഉദര സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഫുഡ് അലർജി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തലവേദന, അങ്ങനെയുള്ള കണ്ണിന് നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, ചെവിക്ക് ചെറിയ രീതിയിലുള്ള വേദന എടുക്കാനുള്ള സാധ്യത, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു പോവുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺസൾട്ടേഷൻ ചെയ്യുക. ഫിനാൻഷ്യലി വളരെ നല്ല സമയമാണ്. ധനപരമായിട്ടുള്ള നല്ല ലാഭം ഉണ്ടാകുന്നു. പിതാവിൽ നിന്നുള്ള ധനലാഭം ഉണ്ടാകാനുള്ള ഭാഗ്യം, അങ്ങനെയുള്ള എന്തെങ്കിലും മണി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല സമയമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് നിന്ന് നിങ്ങൾക്ക് മണി റിട്ടേൺസ് ഒക്കെ കിട്ടാനുള്ള ഭാഗ്യവും കിട്ടുന്നതാണ്. കുട്ടികൾക്ക് അനുകൂലമായ സമയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ആ ഒരു ദൈവാധീനം, സരസ്വതി ദേവിയുടെ ഒരു കടാക്ഷം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. പറ്റുമെങ്കിൽ സന്ധ്യയ്ക്കും അതുപോലെ രാവിലെയും വിളക്ക് തെളിയിച്ച് സരസ്വതി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള പൂർണ്ണമായിട്ട് കടാക്ഷം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തേക്ക് പോകാൻ പ്ലാനിങ് ചെയ്യുന്ന കുട്ടികൾക്കും അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റിയ ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അനുകൂലമായിട്ടുള്ള നല്ല ബന്ധം വന്നു ചേരാനുള്ള ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്നു. ഇതൊക്കെയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം ചിത്തിര പകുതി. ഇവർക്ക് ചെറിയ തോതിലുള്ള ഭാഗ്യപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും ചിലപ്പം ആ ഒരു തടസ്സം വന്ന് കിട്ടാതെ പോകാനുള്ള കാരണങ്ങൾ കാണിക്കുന്നു. ഭാഗ്യപരമായിട്ടുള്ള തടസ്സം, കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഒഴിവുകൾ കാണിക്കുന്നു. അതുപോലെ പിതൃക്കൾ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ദിവസവും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് പിതൃക്കളെ, മരിച്ചുപോയ അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, തൊട്ടടുത്ത റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്മരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മാതാവോ പിതാവോ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സ്മരിച്ചതിന് ശേഷം മാത്രം നല്ല കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക. അല്ലെങ്കിൽ ചെറിയ തോതിൽ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് ചെറിയ തടസ്സം കാണിക്കുന്നു. ബിസിനസ് പരമായിട്ട് നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പ്ലാനിങ് ഉണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. അപ്പൊ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു പിടി പണം സമർപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇറങ്ങി തിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് നല്ല സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറി ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ധനപരമായിട്ട് ഉള്ള ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഒന്ന്, പ്രത്യേകിച്ച് മണി ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കുടുംബത്ത് ശാന്തി, സമാധാനം, ഐശ്വര്യം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. മാതാവിന് ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദേശത്ത് ജോലി സംബന്ധമായിട്ട് ശ്രമിക്കുന്നവർക്ക്
ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അവർക്ക് നല്ല രീതിയിൽ ഒക്കെ പഠിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു സരസ്വതി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കാണിക്കുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വരാൻ പോകുന്നത്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾക്ക്. അപ്പം മാതാപിതാക്കള് അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കുടുംബത്ത് കപ്പിൾസ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉള്ള സൗന്ദര്യ പിണക്കത്തിനുള്ള സാധ്യതകൾ, ചെറിയ തോതിലുള്ള വഴക്കുകൾ ഇടാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ഒന്ന് സോൾവ് ചെയ്ത് ഒരു പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ്, ഒരു റെസ്പെക്റ്റോട് കൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ കുടുംബത്തൊരു ഐശ്വര്യക്കുറവ് പോലെ കാണുന്നുണ്ട് തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക്. അതായത് നിങ്ങളുടെ സംസാര രീതി കൊണ്ട് ഉള്ള ഒരു പ്രശ്നം പോലെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ജോലിയിലെ തടസ്സങ്ങളൊക്കെ മാറി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, അതുപോലെ ട്രാൻസ്ഫേഴ്സിനൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളവർക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള നല്ല ദൈവാധീനമുള്ള സമയമാണ്. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു ദൈവാധീനം, അവർക്ക് ഒരു കടാക്ഷം, ദൈവാധീനം പൂർണ്ണമായിട്ടും ഉണ്ടാവുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ, പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിങ് ഉള്ളവർക്ക്, മണി ഡീലിങ്സ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ, അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ശത്രുപരമായിട്ടുള്ള തടസ്സം തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അപ്പം ഭദ്രകാളി ക്ഷേത്രത്തില് കടുംപായസം വഴിപാടായിട്ട് സമർപ്പിക്കുക, പറ്റുമെങ്കിൽ ഒരു ഗുരുതി നടത്തുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നതാണ്. അടുത്തത് വൃശ്ചിക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ വിശാഖം കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ സമാധാനവും ശാന്തിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു സമയമാണ് വരാൻ പോകുന്നത്. ധനപരമായിട്ട് വളരെ നല്ല ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. പക്ഷെ വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകര് സംസാരം ഒന്ന് മയപ്പെടുത്തുക. സംസാരം നിമിത്തം പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ബന്ധുമിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളായി മാറിയേക്കാം. ധനപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ പണം കടം കൊടുക്കുന്നത് ഒന്ന് ഒഴിവാക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഒരു പണം ചിലപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ കോടതി കേസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച കാണിക്കുന്നത്. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചിലപ്പോൾ വിധി ഉണ്ടാകാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള കടാക്ഷം, പരദേവതാ കടാക്ഷം കാണിക്കുന്നു. പിതൃ സംബന്ധമായിട്ടുള്ള കടാക്ഷം പൂർണ്ണമായിട്ടും വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. ശിവപഞ്ചാക്ഷരം 108 തവണ സന്ധ്യാസമയം വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ ചാലിസ ജപിക്കുകയാണെങ്കിൽ ശത്രു സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റി എടുക്കാൻ സഹായകരമാവുന്നതാണ്. കാരണം വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുള്ള ശത്രുക്കൾ നിമിത്തം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. വിദേശത്ത് ജോലിക്ക് പോകാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉള്ളവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഒരു ദൈവാധീനം ഉണ്ടാവുന്നു. ആരോഗ്യപരമായിട്ട് പൊതുവെ നല്ല ശാന്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിതാവിന് ചെറിയ തോതിലുള്ള ശാരീരിക ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതകൾ, അരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകരുടെ ഫലം ഇതാണ്. ഇത്രയും ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. പണമിടപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനം ഒരു ശകലം കുറഞ്ഞു നിൽക്കാനുള്ള
സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ദിവസവും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്കൊരു പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ച് മൂലം നക്ഷത്ര ജാതകർക്ക് പറ്റുമെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ദർശനം നടത്തുന്നത് വളരെ നന്നായിരിക്കും. അതല്ലെങ്കിൽ സമയക്കുറവുണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ഭാഗ്യപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ധനുക്കൂറിൽ വരുന്ന പൂരാടം, ഉത്രാടം, കാൽഭാഗം നക്ഷത്ര ജാതകർക്ക് വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ ശിവപഞ്ചാക്ഷരം ജപിക്കുക. പറ്റുമെങ്കിൽ വിഘ്നേശ്വര മന്ത്രം ജപിക്കാം. നാളികേരം ഉടയ്ക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടും ചെറിയ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. കുടുംബത്ത് പക്ഷെ നല്ല രീതിയിലുള്ള സമാധാനവും ശാന്തിയും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ദാമ്പത്യപരമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ലൈഫ് ഓർഗനൈസ് ചെയ്ത് മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നതാണ്. കുടുംബദേവിയുടെ പൂർണ്ണമായ കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഭാഗ്യപരമായിട്ടുള്ള തടസ്സം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ദേവി കടാക്ഷം, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് വരാൻ പോകുന്നത്. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. മണി ഇൻവെസ്റ്റ്മെന്റ്സ്, മണി ഡീലിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പണം കടം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം അത് പരമാവധി ഒന്ന് നിയന്ത്രിക്കുക. കാരണം ഫുഡ് അലർജിക്കുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. വിദേശത്ത് പഠനത്തിന് പോകാൻ പ്ലാനിങ് ഒക്കെ ചെയ്യുന്ന, തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു ദൈവാധീനം, ആ ഒരു ഭാഗ്യം പൂർണ്ണമായിട്ടും ആ ഒരു സരസ്വതി കടാക്ഷം നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ഇതാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും കബഡിയിൽ പറഞ്ഞിരുന്നു അവർക്ക് ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി ശനി ഇപ്പോൾ ഒരു അനുഗ്രഹ സ്ഥാനത്താണ് ഈ മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് നിൽക്കുന്നത്. പക്ഷേ ഈ മകരക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും രാഹു സംബന്ധമായിട്ടുള്ള ചെറിയൊരു തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഈ ഒരാഴ്ച കാണിക്കുന്നുണ്ട്. അതായത് ദിവസവും രാഹു മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അർത്ഥകായം മഹാവീര്യം, ചന്ദ്രാദിത്യ വിമർദ്ദനം, സിംഹ്യ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം ദിവസവും സന്ധ്യാസമയം 3 തവണ വെച്ച് ജപിക്കുക. അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നതാണ്. അതുപോലെ കുടുംബത്ത് ശാന്തി, സമാധാനം, ഐശ്വര്യം നിലനിൽക്കുന്നു. ദാമ്പത്യപരമായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ഫാമിലി, ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ പറ്റിയ വളരെ നല്ല സമയമാണ്. പണം ഇടപാടുകൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പണം കടം കൊടുക്കലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിശ്വസ്തരായ ആളുകൾക്ക് മാത്രം അങ്ങനെ പണം കടം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വളരെ അങ്ങനെയുള്ള ഓവറായിട്ടുള്ള പ്രശ്നമല്ല, ചെറിയ തോതിലുള്ള അങ്ങനെ മെന്റൽ സ്ട്രെയിന്, പിന്നെ ടെൻഷൻസ് കൂടി നിൽക്കാനുള്ള സാധ്യത, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, കാൽമുട്ടിന് വേദന, ഇങ്ങനെയുള്ള ചെറിയ തോതിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു. വീട്ടിൽ പൊതുവെ സമാധാനവും ശാന്തിയും ഐശ്വര്യവും മകരക്കൂർ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാവുന്നതാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തൊക്കെ പോയി പഠിക്കാനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റിയ വളരെ നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വളരെ നല്ല ബന്ധം വന്നു ചേരാനുള്ള ദൈവാധീനം പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ്. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂർ നക്ഷത്ര ജാതകർക്ക് ഗുണദോഷങ്ങൾ ഇടകലർന്ന ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ധനപരമായിട്ട് നല്ല ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഭാഗ്യപരമായിട്ട് ചെറിയ തോതിൽ തടസ്സം കാണിക്കുന്നു. കുടുംബ ദേവിയെ, പരദേവത കടാക്ഷം നേടിയെടുക്കുക.
ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് അടുത്ത ഒരു ചൊവ്വ ബുധൻ വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമാവില്ല. അതിനുശേഷം അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വിവാഹം ആലോചിക്കുന്നവർക്കും ബുധനാഴ്ച വരെയുള്ള സമയം അത്ര അനുകൂലമാവില്ല. അതിനുശേഷം നല്ല ഒരു തീരുമാനം എടുക്കാൻ നല്ല ബന്ധം വന്ന് ചേരുന്നതായിരിക്കും. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുടുംബപരമായിട്ട് ചെറിയ തോതിലുള്ള അതായത് സൗന്ദര്യപ്പിണക്കം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ പൊരുത്തം, അങ്ങനെയുള്ള കുറവുകൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോവുക. പണമിടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ പോലും ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവരും ഒന്ന് വെൽ പ്ലാനിങ്ങോട് കൂടി മാത്രം പോവുക. പണമിടപാടുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാനൊക്കെ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് വളരെ നല്ല തീരുമാനം എടുത്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വിദേശത്ത് തൊഴിൽ സംബന്ധമായിട്ട് പോകുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബുധനാഴ്ച വരെ അത്ര അനുകൂലമായിട്ടുള്ള സമയമാവില്ല. പഠന സംബന്ധമായ കുട്ടികൾക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സരസ്വതി കടാക്ഷം തീർച്ചയായിട്ടും നേടിയെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പം അത്രയും ചെയ്തു പോവുകയാണെങ്കിൽ അങ്ങനെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായകരമാകുന്നു. ഇതൊക്കെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതുപോലെ നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, ചെവിക്കുള്ള ചെറിയ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു. ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്തു പോകാൻ അവർക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും അത് കിട്ടാനുള്ള ഒരു ദൈവാധീനം ഉണ്ടാകുന്നു. അതുപോലെ ജോലിയിൽ നിലവിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ, പ്രത്യേകിച്ച് പ്രൊമോഷൻസ് ഒക്കെ കിട്ടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഗവൺമെന്റ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫേഴ്സ്, അതുപോലെ ഇൻക്രിമെന്റ് ഒക്കെ കിട്ടാനുള്ള ആ ഒരു ദൈവാധീനം, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബിസിനസ് പരമായിട്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. ദേവി കടാക്ഷം, ലക്ഷ്മി ദേവിയുടെ ധനലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതാണ്. പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കെ പ്ലാനിങ് ഉള്ളവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പണം ഇടപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങളുടെ സംസാര രീതി ഒന്ന് മയപ്പെടുത്തുക. അല്ലാതെയും നിലവിൽ ശത്രുക്കൾ കാണിക്കുന്നുണ്ട്. അപ്പം ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ കാണിക്കുന്നു. പൊതുവെ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം മീനക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിക്കുക. അലസത, ക്ഷീണം മുതലായ കാര്യങ്ങൾ ഈ ഒരാഴ്ച നിങ്ങളെ ഫേസ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് അടുത്ത ഒരാഴ്ചത്തെ വാരഫലം. 27 നക്ഷത്ര ജാതകരുടെ ഫലം ഇതൊക്കെയാണ്. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം കൂടി ഞാനിത് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം, അങ്ങനെ എന്തെങ്കിലും ദോഷം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും, നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണ്, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടെ ചേർത്ത് സൗജന്യമായിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നതാണ്. ജസ്റ്റ് പേരും നക്ഷത്രവും ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് അത് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നല്ല ഒരു ആഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.